ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടീം റെഡിച്ച്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഫോഗ്രാംസ് ഇല്ലേ, ടൂ വീലറിന് സപ്പോർട്ട് ആവണ കിഡിലൻ ഫോഗ്രാംസ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ എടുക്കാൻ പോണത്. അതായത് നമ്മുടെ ഷോപ്പിൽ ടീം റെഡിച്ച് അങ്കമാലി എന്ന് പറയുന്ന നമ്മുടെ ഷോപ്പിൽ 200 രൂപ മുതൽ നമുക്ക് ഫോഗ്രാംസ് വരുന്നുണ്ട്. 200 രൂപ, 400 രൂപ, 800, 1000, ഇനിയിപ്പോ 3000, 5000, 10000 എല്ലാ പ്രൈസ് റേഞ്ചിലും നമുക്ക് ഫോഗ് വരുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ എല്ലാ ഫോഗ്രാമും നിങ്ങളെ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു 1500 മുകളിലോട്ടുള്ള കുറച്ച് പ്രീമിയം ആയിട്ട് തോന്നുന്ന കുറച്ച് ഫോഗ്രാംസിന്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഏകദേശം ഒരു 10-20ഓളം മോഡൽ ഫോഗ്രാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വണ്ടിക്ക് സ്യൂട്ട് ആവണ എല്ലാ ഫോഗ്രാംസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഏതും ആയിക്കോട്ടെ, നിങ്ങളുടെ വണ്ടിക്ക് സ്യൂട്ട് ആവണ ഫോഗ്രാം ഇതിൽ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. താങ്ക് യു. അപ്പൊ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഫോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ ഓരോന്നായിട്ട് ഓരോ ഫോഗ്രാം എടുത്ത് അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ബ്രാൻഡ്, എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ചെറിയൊരു കുഞ്ഞൻ ഫോഗ്രാം എടുക്കാം. ഇത് LIHJG ബ്രാൻഡിന്റെ ഫോഗ്രാം വരുന്നത്. ആദ്യം തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാം. നമുക്കിവിടെ LIHJG, അതുപോലെ മോട്ടോ ജീനിയസ്, പിന്നെ അതുപോലെ തന്നെ DMC ഫോഗ്രാമ്പ് തുടങ്ങിയുള്ള എല്ലാ ബ്രാൻഡിന്റെ ഫോഗ്രാംസ് നമുക്കിവിടെ വരുന്നുണ്ട്. എല്ലാം ഒറിജിനൽ പീസ് തന്നെയാണ് നമ്മളിവിടെ സെയിൽ ചെയ്യണത്. ഫോഗ്രാംസ് നമുക്ക് അറിയാൻ പറ്റും, ഒരുപാട് സ്ഥലങ്ങളിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫോഗ്രാംസ് ഒക്കെ മേടിക്കാൻ കിട്ടും. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, LIHJG മുമ്പ് വന്നിട്ടിരുന്ന HJG എന്ന് പറഞ്ഞ ബ്രാൻഡായിരുന്നു. ഇപ്പൊ ആ കമ്പനിയൊക്കെ പോയി. ഇപ്പൊ LIHJG ആണ് അതിന്റെ ഒറിജിനൽ ആയിട്ട് വരുന്നത്. HJG എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ. അപ്പോ അങ്ങനത്തെ എല്ലാ ഇൻഫോർമേഷനും ഞാൻ ഇതിൽ പറയണതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫോഗ്രാം കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് അടുത്ത ഫോഗിലോട്ട് പോവാം. കണ്ടില്ലേ, ഇതിന്റെ അത്യാവശ്യം നല്ല പ്രീമിയം പാക്കിംഗ് ഒക്കെയാണ് വരുന്നത്. ഈ ഫോഗ്രാം കണ്ടോ, ഇതുണ്ടല്ലോ, ഒരു സിംഗിൾ ഐ ഫോഗ് ലാമ്പ് ആയിട്ടാണ് ഈ ഒരു മോഡൽ വരുന്നത്. ഈ ബോക്സിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഫോഗ് ലാമ്പ് വരുന്നുണ്ട് ഗൈസ്. അപ്പൊ ഈ ഒരു ഫോഗ് ലാമ്പ് വന്നതെന്ന് പറയുമ്പോൾ 25 വാട്ടാണ് 1 ഫോഗിന് പവർ വരുന്നത്. അപ്പൊ 2 ഫോഗും കൂടി 50 വാട്ട് പവർ ആയിരിക്കും ഇതിന്റെ വെട്ടം വരുന്നത്. അത് മാത്രമല്ല, ഇതൊരു വൈറ്റ് യെല്ലോ സപ്പോർട്ട് ആവുന്ന ഫോഗ് ലാമ്പ്. അപ്പൊ ഇതിന്റെ അകത്ത് സ്വിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഇത്രയും വയേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വൈറ്റ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടും, യെല്ലോ ലൈറ്റ് കിട്ടും, റെഡ് ലൈറ്റ് കിട്ടും, ബ്ലിങ്കിങ് ഫംഗ്ഷനും ഉണ്ട്. അങ്ങനെ ഇത്രയും മോഡ് സപ്പോർട്ട് ആവുന്ന ഒരു ഫോഗ് ലാമ്പാണിത്. ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റിന് ലിങ്ക് ഇട്ടേക്കാം. എല്ലാ ഫോഗ് ലാമ്പിന്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലിങ്കിൽ ഞെക്കി നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു കണ്ടേച്ചാൽ മതി. ഫുൾ ഡീറ്റെയിൽഡ് ഫോഗ് ലാമ്പിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിന്റെ അകത്ത് ഏർപ്പെട്ട് പോരാഞ്ഞിട്ട് പ്രൈസ് അറിയാൻ പറ്റും. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം കണ്ടില്ലേ, ഒരു ആവറേജ് സൈസിൽ വന്ന ഒരു ഫോഗ് ലാമ്പ്. മാത്രമല്ല ഇതിന്റെ മുകളിൽ ഒരു മെറ്റൽ ഷീൽഡ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പ് നല്ല ഭംഗിയായിട്ടിരിക്കും. ഈ ഒരു ഫോഗ് ലാമ്പ് ഒക്കെ കൂടുതലും നമ്മൾ വെക്കണം എന്ന് പറയുമ്പോൾ നോർമലി ഈ പറഞ്ഞോണം മെറ്റ്യൂർ, ഹണ്ടർ അങ്ങനെ തുടങ്ങിയുള്ള വണ്ടികൾക്കൊക്കെ ആയിരിക്കും അത്യാവശ്യം ഒരു ക്രൂസർ ലുക്കും, അതുപോലെ തന്നെ ഒരുപാട് വലിപ്പം ആഗ്രഹിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈസിലുള്ള ഫോഗ് ലാമ്പാണ് നമുക്ക് ഈ വരുന്നത്. അപ്പോ നമുക്കിനി അടുത്ത ഫോഗ്. അപ്പൊ അതുപോലെ തന്നെ ആ ഫോഗ് ലാമ്പിന് കൂടെ തന്നെ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ അഡീഷണൽ ആയിട്ട് സ്വിച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ മേടിക്കേണ്ടി വരും കേട്ടോ. എല്ലാ ഫോഗിലും വേണ്ട, ഇതിൽ പല മോഡൽസിന്റെ ഉള്ളിലും ക്രാഷ് ഗാർഡിലൊക്കെ ഫിറ്റ് ചെയ്യണ ക്ലാമ്പുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്വിച്ചും ഉൾപ്പെടെയുള്ള ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. വയറിംഗ് കിറ്റുള്ള മോഡൽസ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ഫോഗിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ആണത്. അപ്പൊ ഒരു കാര്യം പറയാം, നമുക്ക് ഓരോരോ ബോക്സ് ആയിട്ട് പൊട്ടിച്ചാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ടൈം ലെങ്തി ആയതുകൊണ്ട് ഞാൻ അതിന്റെ എല്ലാ ബോക്സിന്റെ അകത്തുനിന്നും ഓരോ ഫോഗ് ലാമ്പ് പൊട്ടിച്ച് അതിന് തന്നെ വെക്കാം. അതിനുശേഷം നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. മാത്രമല്ല, ഈ ഫോഗ് ലാംപ്സ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ബോക്സിലും 2 പീസ് വെച്ചാണ് വരുന്നത്. 2 പീസിന്റെ റേറ്റ് ആയിരിക്കുള്ളൂ നിങ്ങൾ വെബ്സൈറ്റ് നോക്കുമ്പോൾ കാണുന്നത്. ആകെ ഈ ഒരു 4 LED ഒരു മോഡലിന് മാത്രമാണ് ജസ്റ്റ് ഒരു ബോക്സിന്റെ ഒരു പീസ് വരുന്നത്. അത് നിങ്ങൾ വെബ്സൈറ്റിൽ ഇത് നോക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, പേടിക്കണ്ട. അപ്പൊ എല്ലാ പീസും നമ്മൾ പൊട്ടിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധനം കാണിച്ചു തരാം. അപ്പൊ ഈ കാണുന്ന മൊത്തം പ്രീമിയം റേഞ്ച് ഫോഗ് ലാംപ്സുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1600 രൂപ മുതൽ ഏകദേശം ഒരു 15000 രൂപ വരെ പ്രൈസ് വരുന്ന ഫോഗ് ലാംപ്സ് ആണ് ഈ ഇരിക്കുന്നത് മുഴുവൻ. അതും പെയർ റേറ്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ 200 രൂപ മുതൽ നമ്മുടെ ഷോപ്പിൽ ഫോഗ് ലാംപ്സ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വില കുറഞ്ഞ ഫോഗ് ലാമ്പ് ആണെന്നുണ്ടെങ്കിൽ അത് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വർക്ക്ഷോപ്പ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ വണ്ടി ഏതും ആയിക്കോട്ടെ ഫിറ്റിംഗ് ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോ ഓരോരോ ഫോഗ് ലാംപ്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കണ്ട ഈ കാണുന്ന എല്ലാ ഫോഗ് ലാംപ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇതെല്ലാം നമുക്ക് 2 വീലേഴ്സിനും അതുപോലെ തന്നെ 4 വീലേഴ്സിനും ഒക്കെ ഡയറക്റ്റ് ഫിറ്റ് ആയിരിക്കും. ഇത് ബാറ്ററി ഏതും ആയിക്കോട്ടെ എല്ലാ വണ്ടികൾക്കും കാറുകൾക്കും എല്ലാത്തിനും ഒരുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
കൂടുതലും നമ്മൾ ബൈക്കിന്റെ ആക്സറീസ് ചെയ്യണോണ്ട് തന്നെ ബൈക്കിന് ആപ്റ്റ് ആയിട്ടുള്ള ഫോഗ് ലാമ്പുകളാണ് നമ്മൾ കൂടുതൽ എടുത്ത് വെച്ചേക്കണേ. ആ സമയം കണ്ടില്ലേ, ഇത്രയും കുറച്ച് വലിപ്പം കൂടിയ ഫോഗ് ലാംപ്സ് ഒക്കെ ഈ പറഞ്ഞ താറും അതുപോലെ തന്നെ ഫോർച്യൂണർ തുടങ്ങിയുള്ള അതുപോലെ തന്നെ ബൈക്കുകൾക്കാണെന്നുണ്ടെങ്കിൽ തന്നെ അഡ്വഞ്ചർ 390, ഹിമാലയൻ 450 ഒക്കെ ഏറ്റവും കൂടുതൽ പോണ കുറച്ച് മോഡൽസ് ആണിത്. അതുപോലെ തന്നെ ജീപ്പ്, കുറച്ച് ഓഫ് റോഡ് ഒക്കെ പോണ വണ്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കുറച്ച് LEDs കൂടിയതും വെക്കാനൊക്കെ പറ്റൂട്ട. ടെസ്റ്റർ പോലത്തെ വണ്ടികൾക്കൊക്കെ എല്ലാവരും മേടിച്ചിട്ട് പോകാറുണ്ട്. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് വരാം. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയാം, ഈ ഇരിക്കുന്ന ഫോഗ് ലാമ്പിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫോഗ് ലാംപ്സ് കണ്ടില്ലേ, ഇപ്പൊ ഇതേപോലത്തെ കുറച്ച് പ്രീമിയം റേഞ്ച് ഫോഗിന്റെ ഒക്കെ കൂടെ തന്നെ വയറിംഗ് കിറ്റ് വരുന്നുണ്ട്. ഈ ഫോഗിന്റെ ബോക്സിന്റെ ഉള്ളിൽ തന്നെ വന്ന വയറിംഗ് കിറ്റാ. അപ്പൊ വയറിംഗ് കിറ്റ് ഉള്ള മോഡൽ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, വയറിംഗ് കിറ്റ് ഇല്ലാത്തതും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോദിച്ച് മേടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഷോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ എല്ലാം പർച്ചേസ് ചെയ്യുക, ഇവിടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി വരാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി മേടിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫോഗ് ലാമ്പിലോട്ട് വരാം. അപ്പൊ ഗൈസ് നമുക്കിത് അതിന് ഓർഡർ അനുസരിച്ച് ഇങ്ങോട്ട് പോരാ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പീസിന് ഒരു ബോക്സിൽ 2 പീസ് വരുന്നുണ്ട്. ഇത് നമുക്ക് 2 കമ്പനിയുടെ ഫോഗായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ അതിനെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് 4LED DMC ബ്രാൻഡിന്റെ തന്നെ ഫോഗ് ലാമ്പാണ്. അതുപോലെ തന്നെ ഇത് സെയിം സാധനം തന്നെ നമുക്ക് മോട്ടോജീനിയസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെയിലും വരുന്നുണ്ട്. രണ്ടിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ സിമിലർ ആണ്, രണ്ടിന്റെ ഫീച്ചേഴ്സ് സെയിം ആണ്, രണ്ടും ഒന്ന് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെയൊക്കെ പ്രൈസ് വന്നെന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് 2000 രൂപ താഴെയാണ് ഇതിന്റെ ആകെ ബഡ്ജറ്റ് വരുന്നുള്ളൂ. ഇതിന്റെ ബോക്സ് ഒക്കെ പൊട്ടിച്ച് വെച്ചേക്കുന്നോണ്ട് കറക്റ്റ് റേറ്റ് എനിക്കറിയില്ല. ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കറക്റ്റ് അറിയാൻ പറ്റും. ഞാൻ പർച്ചേസ് ലിങ്ക് കാര്യങ്ങളും ഓൺലൈൻ സൈറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്, ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോ ഈ ഫോഗ് ലാമ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുഞ്ഞു സൈസിലാണ് ഈ ഫോഗ് ലാമ്പ് തന്നെ. 4LED ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗി കൂടുതലായിരിക്കും. അപ്പോ നമുക്ക് ബൈക്കിന്റെ ക്രാഷ് കാർഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ താഴെയൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഫോഗ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്ത് തുറക്കാൻ പറ്റും. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് യെല്ലോ ലൈറ്റ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല മഞ്ഞുള്ള ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഹെഡ്ലൈറ്റ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നോർമൽ ഹൈവേസിലൊക്കെ ഓടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുക. ഹൈ റേഞ്ച് പോകുമ്പോൾ യെല്ലോയും നോർമൽ ഹൈവേസിൽ നമുക്ക് വൈറ്റും. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫ്ലിക്കിംഗ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കി ഓഫ് ചെയ്യും തോറും നമ്മുടെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരു ഓപ്പോസിറ്റ് ഇപ്പൊ ലോറിക്കാരൊക്കെ നമ്മുടെ കണ്ണിലോട്ടൊക്കെ ലൈറ്റ് അടിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സൊല്യൂഷനൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ നല്ല ചെറിയൊരു ഡിസൈനാണ്, അത്യാവശ്യം നല്ലൊരു മോഡലാണ്, നമുക്ക് അത്യാവശ്യം ഫാസ്റ്റ് മൂവിംഗ് ആണ്. വെട്ടം ഇതൊക്കെ 25 വാട്ടിന് മുകളിൽ പവർ വരുന്ന ലൈറ്റ് ആണിത്. അതുപോലെ തന്നെ ഇത് HJG ബ്രാൻഡിന്റെ വരുന്നതാണ്. LIU HJGയുടെ ഒറിജിനൽ പീസ് വരുന്നതാണ്. ഇത് 2LED ഫോഗ് ലാമ്പാണ് ഇത് തന്നെ. ഇതും ഒരു ബോക്സിൽ 2 പീസ് വരുന്നുണ്ട്. ഇത് അറൌണ്ട് 3500 ആ ഒരു പ്രൈസ് റേഞ്ച് എന്താണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ഹൈ ക്വാളിറ്റി കാസ്റ്റ് ആൻഡ് മെറ്റീരിയൽ ആണ് നമുക്ക് വന്നത്. കുറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്, അതല്ല ഏറ്റവും ഹൈ ക്വാളിറ്റി ആണ്. അപ്പോൾ ഇത് 2 പീസും ഞാൻ പറഞ്ഞ പോലെ ഏകദേശം പ്രൈസ് വരുന്നുണ്ട്. ഇതിലും വൈറ്റ് യെല്ലോ ലൈറ്റ് സപ്പോർട്ടർ ആണ്. ഇതിൽ ഈ പറഞ്ഞോളം ഫ്ലിക്കിംഗ് മോഡോ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല, ജസ്റ്റ് വൈറ്റ് യെല്ലോ മാത്രം വരുന്നുള്ളൂ. ഇത് അത്യാവശ്യം വലിപ്പം കൂടുതലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് വണ്ണം കൂടിയ വണ്ടികൾ, അതായത് ഇപ്പൊ റോയൽ എൻഫീൽഡിന്റെ സീരീസോ ഹിമാലയോ അഡ്വഞ്ചർ 390യോ അതുപോലെ കുറച്ച് വലിപ്പം കൂടിയ വണ്ടികൾക്കാണ് ഈ ഒരു ഫോഗ് ലാമ്പ് ഒക്കെ ഉള്ളത്. ഹാർലി ഡേവിഡ്സൺ പോലത്തെ കുറച്ച് വലിപ്പം കൂടിയ വണ്ടികൾക്കാണ് എല്ലാവരും ഇങ്ങനത്തെ ഫോഗ് ലാമ്പ് ഒക്കെ സെറ്റ് ചെയ്യാറുള്ളൂ. അപ്പോ അത്യാവശ്യം നല്ലൊരു മോഡലാണ്, നല്ല വെയിറ്റ് വരുന്ന മോഡലാണ്. പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ക്വാളിറ്റിയാണ് ഇതിൽ വരുന്നത്. ഗൈസ്, അടുത്ത മോഡൽ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണിത്. ഇത് മിനി ഡ്രൈവ് എന്ന് പറഞ്ഞൊരു മോഡൽ ഫോഗ് ലാമ്പ് വരുന്നത്. ഇതാണ് ഇപ്പൊ നമ്മുടെ നിലവിൽ ടോട്ടൽ നമ്മുടെ ഹോൾ ഇന്ത്യ ഫുൾ ആയിട്ട് ഭരിക്കുന്ന ഒരു ഫോഗ് ലാമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലായിരിക്കും. നമുക്കറിയാൻ പറ്റും നമ്മുടെ സ്പ്ലെൻഡർ മുതൽ ഇനി എത്ര കൂടി വണ്ടിയാണെന്നുണ്ടെങ്കിൽ പോലും, ഇത് സ്കൂട്ടർ ആണെങ്കിലും സ്പ്ലെൻഡർ ആണെങ്കിലും ഗ്ലാമർ ആണെങ്കിലും തുടങ്ങിയ എല്ലാ ഏറ്റവും ലോ റേഞ്ച് വണ്ടികൾ മുതൽ ഏറ്റവും പ്രീമിയം റേഞ്ച് ഉള്ള ബൈക്കുകാർ വരെ ഒരേപോലെ മേടിച്ചു വെക്കുന്ന ഒരു മോഡൽ ഫോഗ് ലാമ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് മിനി ഡ്രൈവ് എന്ന് പറഞ്ഞൊരു മോഡൽ വന്നതാ. ഇതിലും ഈ പറഞ്ഞോണം വൈറ്റ് യെല്ലോ ലൈറ്റ് ആണ് ഇതിൽ വന്നത്. ഇതിന്റെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫാൻ കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ട് തന്നെ ഓവർ ഹീറ്റ് അങ്ങനെ കംപ്ലൈന്റ് ഒട്ടൂല. പിന്നെ ഇതിന്റെ വെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ വെട്ടമായിരിക്കും. ഇത് 1 ഫോഗ് തന്നെ ഏകദേശം 25 വാട്ടിന്റെയും 30 വാട്ടിന്റെയും മോഡൽ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ 2 ഫോഗ് വരുമ്പോൾ 50 വാട്ടും 60 വാട്ടൊക്കെ ആയിരിക്കും ഇതിന്റെ വെട്ടം. വൈറ്റും യെല്ലോയും നമുക്ക് ഒരേ പവറിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ടെറൈൻ ഏത് ക്ലൈമറ്റിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത്രയും നല്ല വെട്ടം കിട്ടും. ഇത് നല്ല ഹൈ ക്വാളിറ്റി സാധനമാണ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിച്ചു നോക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് വന്നതെന്ന് പറയുമ്പോൾ DMC എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്, LGP എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്, മോട്ടോജീനിയസിന്റെ ബ്രാൻഡിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ LIHG ബ്രാൻഡിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ 4 മോഡലിലാണ് നമുക്ക് ഈ ഒരു ഫോഗ് ലാമ്പ് വരുന്നത്. അതുപോലെ മോട്ടോ കെയർ എന്ന് പറഞ്ഞ മോഡലിലും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നിങ്ങൾക്ക് ഇത് ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ച് മേടിച്ച് വെക്കാൻ ശ്രമിക്കുക. നമുക്ക് ചില ബ്രാൻഡിലൊക്കെ ഇപ്പൊ DMC ആണെങ്കിലും മോട്ടോജീനിയസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ
നമുക്ക് 6 മാസം മുതൽ 1 ഇയർ വരെ വാറന്റി വരുന്നുണ്ട്. ചില ബ്രാൻഡുകളിൽ നമുക്ക് വാറന്റി ഇല്ല. അപ്പൊ വാറന്റി ഉള്ള മോഡൽ ചോദിച്ച് മേടിച്ച് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കുള്ളൂ. തീരെ കംപ്ലൈൻസ് ഒന്നും ഇല്ലാത്തൊരു മോഡലാണിത്. ഇതിന്റെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്കിവിടെ ഒറിജിനൽ പീസാണ് തന്നെ. മാത്രമല്ല ഇതിന്റെ തന്നെ ലോ പ്രൈസ് റേഞ്ചിലും വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ തന്നെ ഇതിന്റെ ഒരു പെയർ നമുക്ക് 400 രൂപക്ക് മുതൽ അവൈലബിൾ ആണ്. ജസ്റ്റ് സിംഗിൾ പീസ് 200 തന്നെ ഉള്ളൂ. അപ്പൊ ഒരു പെയർ 2 പീസ് എന്ന് പറയുമ്പോൾ 400 രൂപക്ക് വന്ന മോഡൽസും ഉണ്ട്. അതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. നല്ല മോഡലാണ്. വില കുറയും തോറും ഈ ഫാൻ കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലൈറ്റ് ഒക്കെ കുറച്ച് വെട്ടം കുറവായിരിക്കും. പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ DMCയുടെ അതുപോലെ തന്നെ മോട്ടോജീനിയസിന്റെ ഒക്കെയാണ് ഈ 400 രൂപ പ്രൈസ് റേഞ്ചിൽ വന്നത്. ബ്രാൻഡഡ് സാധനം ഇതുകൊണ്ട് കംപ്ലൈന്റ് എന്ന് പറഞ്ഞ സാധനമില്ല, പേടിക്കണ്ട, നല്ല സാധനമായിരിക്കും. അപ്പോ ഈ വക സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ വെബ്സൈറ്റിൽ കയറി മേടിക്കാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ വാട്സപ്പിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. നമ്മുടെ ഷോപ്പിലെ വാട്സപ്പ് ഡീൽ ചെയ്യുന്ന സ്റ്റാഫാണ്. ആളെ വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഓൾ കേരള, ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് കൊറിയർ അയച്ചു തരാൻ പറ്റും. ഓക്കെ, അപ്പോ അടുത്ത മോഡൽ ഫോഗ് ലാമ്പ് കാണിച്ചു തരാം. അതെന്ന് പറയുമ്പോൾ HJGയുടെ തന്നെ ഈ പെഗാസസ് എന്ന് പറഞ്ഞൊരു മോഡൽ ഫോഗ് ലാമ്പാണ് വരുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം ഫോഗാണ്. പിടിക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ്, നല്ല കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെന്നൊക്കെ പറയുമ്പോൾ സൂപ്പർ മെറ്റിയോർ പോലത്തെ കുറച്ച് ഹെവി സൈസുള്ള വണ്ടികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെക്കണത്. ഇതിൽ യെല്ലോ വരുന്നില്ല. ഇത് ഡിമ്മ് ബ്രൈറ്റ് സപ്പോർട്ട് ആവുന്ന ഒരു മോഡലാണ്. നമുക്ക് വൈറ്റിൽ തന്നെ 2 മോഡായിട്ട് യൂസ് ചെയ്യാം. ഡിമ്മ് ബ്രൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ലൊരു റേഞ്ച് ആണ്. പക്ഷെ നമുക്ക് സത്യം പറഞ്ഞാൽ അത്രയും നല്ല ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു മോഡലല്ല ഇത്. അതുപോലെ തന്നെ വന്നതെന്ന് പറയുമ്പോൾ LIHJGയുടെ തന്നെ അടുത്ത മോഡലാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇത് നമുക്ക് വന്നതെന്ന് പറയുമ്പോൾ 4 LED ഫോഗ് ലാമ്പ. കൂടുതലും ഈ പറഞ്ഞ ഓഫ് റോഡ് യൂസ് ചെയ്യുന്ന വണ്ടികൾ, കുറച്ച് ഹെവി സൈസ് ഉള്ള വണ്ടികൾക്കൊക്കെയാണ് ഈ ഒരു 4 LED ഫോഗ് ലാമ്പ് നമ്മൾ വെക്കണത്. പോരെന്നിട്ട് കാറൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കുറച്ച് ജീപ്പ് സെറ്റപ്പ് ഉള്ള വണ്ടികൾക്ക് ആണെങ്കിലും പജേറോ തുടങ്ങിയുള്ള വണ്ടികൾക്കൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഫോഗ് ലാമ്പുകൾ കൂടുതലും വെക്കണത്. ഇതിലും വൈറ്റ് യെല്ലോ ഫീച്ചർ വരുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ പുറകേലാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ഫാൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരം ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പോലും ഈ ഫാൻ ഉള്ളതുകൊണ്ട് ഇതിന്റെ LEDയോ ഇതിന്റെ ബോർഡിനോ ഒന്നും ചൂടാകുകയുമില്ല. ഇത് ചീത്തായി പോണ കംപ്ലൈന്റ് ഇല്ല. മാത്രമല്ല ഇതിന്റെ അത് വോൾട്ടേജ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇതിലൊരു അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് വേറെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ അതുപോലെ ബ്ലിങ്കിങ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി നല്ല ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ഫോഗ് ലാമ്പാണ്. ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു പ്രൈസ് ആയതുകൊണ്ട് ഒരു 3000 മുതൽ 5000 ഇടയിലാണ് റേറ്റ് തന്നെ. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇതേപോലെ ഈ വയറിംഗ് കിറ്റ് വന്ന മോഡൽസും വരുന്നുണ്ട്, വയറിംഗ് കിറ്റ് വരാത്ത ഫോഗ് ലാമ്പുണ്ട്. വയറിംഗ് കിറ്റ് ഉള്ളതാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2000 റുപ്പീസിന്റെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. വയറിംഗ് കിറ്റ് ഉള്ള മോഡലിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അതിൽ തന്നെ സ്വിച്ച് കാര്യങ്ങളെല്ലാം വരും, ക്ലാമ്പ് കാര്യങ്ങളെല്ലാം വരും. ഈ സ്വിച്ച് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വയർലെസ് സ്വിച്ച് ആണ്. ഈ സ്വിച്ചിലോട്ട് എക്സ്ട്രാ വയറോ കാര്യങ്ങളോ പോയിട്ടില്ല. സ്വിച്ച് നമുക്ക് ജസ്റ്റ് പോക്കറ്റിൽ ഇട്ടിട്ടാണെങ്കിൽ ഓൺ ആക്കി കഴിഞ്ഞാൽ പോലും വണ്ടി ലൈറ്റ് കത്തും. ഓക്കെ, അപ്പോൾ വയറിംഗ് കിറ്റിൽ തന്നെ വയർലെസ് സ്വിച്ച് ഉള്ളതുണ്ട്, വയർഡ് സ്വിച്ച് ഉള്ളതുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് നോക്കി മേടിക്കാം കേട്ടോ. ഇതാണ് അടുത്ത മോഡൽ. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് പോകുന്ന ഒരു ഫോഗ് ലാമ്പാണ് ഇത്. അതായത് ഞാൻ നേരത്തെ DMCയുടെയും അതുപോലെ തന്നെ മോട്ടോജീനിയസിന്റെ ഒക്കെ കാണിച്ചു തരുന്ന ഈ ഒരു മോഡൽ ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണ വേറൊരു ഫോഗ് ലാമ്പ് തന്നെയാണ് ഇത്. പക്ഷെ ഇത് LIHJGയുടെ ബ്രാൻഡ് വരുന്നതാണ്. നല്ല മോഡലാണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാപ്പ് ടൈപ്പ് ആണ്. കണ്ടില്ലേ, ഈ ഒരു ക്യാപ്പ് നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ഫോഗ് ലാമ്പായിട്ട് യൂസ് ചെയ്യാം. ആ സമയം നമ്മൾ ഓഫ് റോഡ് പോകുന്ന സമയത്താണെങ്കിൽ ഈ ഒരു ക്യാപ്പ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി. കണ്ട, ആകെ ഒരു 10 സെക്കൻഡ് പോലും വേണ്ട ക്യാപ്പ് ഇടാനായിട്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യെല്ലോ ഫോഗായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വൈറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ക്യാപ്പ് അടിച്ച് വീട്ടിൽ വെച്ചാൽ മതി. അപ്പൊ ഇതിന്റെ കൂടെ സ്വിച്ച് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. പോരാഞ്ഞിട്ട് ഇത് വിത്ത് വയറിംഗ് കിറ്റ് വന്ന ഒരു മോഡൽ ഫോഗ് ലാമ്പാണ്. കണ്ടില്ലേ, ഇതിന്റെ ഉള്ളിൽ ഫുൾ വയറിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഫ്യൂസ് കാര്യങ്ങൾ ഈ വയറിംഗ് കിറ്റിന്റെ അകത്ത് വരും. അതുപോലെ തന്നെ ഒരു റിലേ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ ഡ്രൈവ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ വരുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് ഫ്ലാഷിംഗ് മോഡ്, അതായത് സ്വിച്ച് നമ്മൾ ഓഫ് ആക്കി ഓൺ ആക്കും തോറും ഇതിന്റെ അകത്ത് ഈ ഫോഗ് ലാമ്പ് ഫ്ലാഷ് ചെയ്യണ മോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്ലാഷിൽ തന്നെ എനിക്ക് തോന്നുന്നതോ 3 ഡിഫറെന്റ് മോഡ്സ് ഫ്ലാഷ് ചെയ്യും. 2 ഫോഗ് ഒരുമിച്ച് ഫ്ലാഷ് ചെയ്യണമെന്നുണ്ട്, മാറി മാറി ഫ്ലാഷ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഒരു 3-4 മോഡ് ഫ്ലാഷിംഗ് മോഡും ഈ ഫോഗിൽ വരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് വൈറ്റ് യെല്ലോയിലോട്ട് ഈ ഫോഗ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സൈസ് വളരെ ചെറുതാണെങ്കിലും ഭയങ്കര വെട്ടമാണ്. ഏകദേശം 30-35 വാട്ടിന്റെ വെട്ടം ഈ ഒരു ഫോഗ് ലാമ്പിന് വരുന്നുണ്ട്. അപ്പൊ 2 പീസാകുമ്പോൾ 60-70 വാട്ടാണ് ഇതിന്റെ പവർ തന്നെ. നമ്മുടെ ഹെഡ്ലൈറ്റിന് എത്ര വെട്ടമാണെങ്കിലും ശരി അതിന്റെ 5 മടങ്ങ് വെട്ടം കൂടുതൽ ഈ ഒരു ഫോഗ് ലാമ്പിന് ഉണ്ടാവും. അന്യായ സാധനമുണ്ട്.
അതുപോലെ തന്നെ വേറെ മോഡലിൽ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് അടുത്ത മോഡൽ എന്ന് പറയുമ്പോൾ ഞാൻ തൊട്ട് മുമ്പ് നിങ്ങൾ കാണിച്ചാണ്ട് ഡീമൺ ഫോഗ് ലാമ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, അതിന്റെ തന്നെ സെയിം തന്നെ വിത്ത് വയേർഡ് തന്നെ ഫോഗ് ലാമ്പാണ് ഇത്. അപ്പോ ഇതിൽ ഫുൾ വയറിംഗ് കിറ്റ് വരുന്നുണ്ട്, വിത്ത് ഇതിന്റെ സ്വിച്ചും കൂടി വരുന്നുണ്ട്. കണ്ടേ, നമുക്ക് ഈ ഫോഗ് ലാമ്പിന്റെ കൂടെ തന്നെ ഒരു സ്വിച്ച് വരുമ്പോൾ ഇതേമാതിരിയുള്ള സ്വിച്ചുകളൊക്കെ ആയിരിക്കട്ടെ അവർ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി സ്വിച്ചാണ്. മാത്രമല്ല ബട്ടനൊക്കെ ആണെങ്കിൽ പ്രസ് ടൈപ്പ് ബട്ടനാ തന്നെ, വൈറ്റ് വന്നുണ്ട്, യെല്ലോ വന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലിങ്കിങ് മോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞോണം ഫോഗ് ലാമ്പ് മാറി മാറി ബ്ലിങ്ക് ചെയ്യും. ബ്ലിങ്കിങ്ങിന് ഒന്നും കൂടി ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് മോഡൽ ബ്ലിങ്ക് ആവും. ഒന്നുകൂടി നോക്കി കഴിഞ്ഞാൽ വൈറ്റ് യെല്ലോ മാറി മാറി ബ്ലിങ്ക് ആവും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഈ ഫോഗിൽ വരുന്നുണ്ട്. വയറിംഗ് കിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഫോഗ് ലാംപ്സ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് ഏകദേശം വയറിംഗ് കിറ്റ് ഒക്കെ വന്നുകൊണ്ട് ഏകദേശം 5000 പ്രൈസ് റേഞ്ച് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോ നല്ലൊരു മോഡലാണ്, ചെറിയ ഫോഗ് ലാമ്പാണ്, പക്ഷെ നല്ല വെട്ടമായിരിക്കും. അപ്പോൾ ചെറിയ ഫോഗ് ലാമ്പിൽ ഒരുപാട് വെട്ടം ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോഗ് ലാമ്പൊക്കെ പരിഗണിച്ചു കൊടുത്തോ. ഇത് മോട്ടോജീനിയസിന്റെ ബ്രാൻഡ് വന്നതാണ്, നല്ല സാധനം കൊണ്ട് കംപ്ലൈന്റ് ആവില്ല. അപ്പോൾ കാസ്റ്റൽ മെറ്റീരിയലാണ് വന്നത്. ഏകദേശം അത്യാവശ്യം ഒരു 1/2 കിലോ ഒക്കെ വെയിറ്റ് ഇതിന് വരുന്നുണ്ട്, 2 പീസും അതിന്റെ വയറിംഗ് കിറ്റ് എല്ലാം കൂടി. അപ്പോൾ നല്ല മോഡലാണ്, ചെറിയ ഫോഗാണ്. അപ്പോൾ ഈ ഒരു മോഡലൊക്കെ നിങ്ങൾ പരിഗണിച്ചോട്ടെ ഗൈസ്. അടുത്ത ഫോഗ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HJG LIOJG മോഡലിലെ ഒരു 3 LED ഫോഗ് ലാമ്പ് തന്നെ വിത്ത് ക്യാപ്പ് ഒക്കെ വന്ന ഒരു നല്ലൊരു മോഡലാണ്. ഇത് റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ റൗണ്ട് ഹെഡ്ലൈറ്റ് തന്നെ എല്ലാ വണ്ടികൾക്കും നല്ല ഭംഗിയായിരിക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ. അതായത് സ്ക്വയർ ഷേപ്പ് തന്നെ സ്പ്ലെൻഡർ പോലത്തെ വണ്ടികൾക്ക് തന്നെ ഉദ്ദേശിച്ചത്, അല്ലാതെ റൗണ്ട് ഷേപ്പ് തന്നെ റോയൽ എൻഫീൽഡിന്റെ സീരീസ് ആയിക്കോട്ടെ, ഹോണ്ടയുടെ സീരീസ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ വണ്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോഗ് ലാമ്പ് നല്ല രീതിയിൽ മാച്ച് ആവും. അപ്പോൾ ഇതിന്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും കണ്ടില്ല, നമുക്ക് ഇതുപോലെ അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കും. ഇതിലാകെ വൈറ്റ് യെല്ലോ കളറിലാണ് നമുക്കിത് വന്നത്. പോരാഞ്ഞിട്ട് നമ്മൾ ഇത് ഓൺ ആക്കിയിരുന്ന സമയത്ത് ചെറിയൊരു ബ്ലൂ കളറിലെ ഒരു ചെറിയൊരു റിങ് പോലെ കത്തി കിടക്കുകയും ചെയ്യട്ടെ, നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട്. അപ്പൊ ഇതും ഏകദേശം ഒരു 35 വാട്ടാണ് ഇതിന്റെ പവർ തന്നെ, സിംഗിൾ ഫോഗ്. അപ്പോൾ വൈറ്റ് രണ്ട് സൈഡിലും 35 70 വാട്ട് കിട്ടും, യെല്ലോയും നമുക്ക് അങ്ങനെ 70 വാട്ട് പവർ കിട്ടും. അങ്ങനെ നല്ല പവറുള്ള ഒരു കിഡിലും മോഡൽ ഫോഗ്, നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്, ഏറ്റവും ഹൈ ക്വാളിറ്റി മോഡലാണ് തന്നെ. LIOJG ബ്രാൻഡാണ്, വിശ്വസിച്ചെടുക്കുക. ഇത് ഏകദേശം ഒരു 6 മന്ത് മുതൽ 1 ഇയർ വരെ നമുക്ക് ഈ ഫോഗ് ലാമ്പിന് വാറന്റി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മോഡൽ. ഇനി അടുത്തതായിട്ട് ഞാനൊരു കിഡിലെ സാധനം കൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അതെ, ഈ കാണുന്ന മോട്ടോജീനിയസിന്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഫോഗ് ലാമ്പ്. ഇത് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 10,000 പ്ലസ് ആണ് ഈ ഒരു ഫോഗ് ലാമ്പിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല വലിയ സൈസ് കണ്ടില്ല, എന്റെ മുഖത്തിന്റെ അത്ര സൈസ് വരുന്നുണ്ട് ഈ ഒരു ഫോഗ് ലാമ്പിന്. ഇത് നമുക്ക് കാർ ആയിക്കോട്ടെ, ജീപ്പ് ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, എല്ലാ വണ്ടിക്കും വെക്കാം. കൂടുതലും നല്ല നല്ല സൈസുള്ള ട്രൈംഫിന്റെ സീരീസോ റോയൽ എൻഫീൽഡിന്റെ ഹിമാലയ പോലത്തെ സീരീസോ അങ്ങനത്തെ വണ്ടികൾക്കും അതുപോലെ KTMന്റെ ഒക്കെ കൂടിയ വണ്ടികൾക്കൊക്കെയാണ് ഇതൊക്കെ എല്ലാവരും കൂടുതലായിട്ട് വെക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഫോഗ് ലാമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രീമിയം വന്നത മാത്രമൊന്നുമല്ല, ഇതിന്റെ അകത്ത് നമുക്ക് ഈ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. കണ്ട, ഇത് നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വൈറ്റ് ഫോഗ് ലാമ്പ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഫോഗ് ലാമ്പായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ യെല്ലോ കവർ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് യെല്ലോ ഫോഗ് ലാമ്പായിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് ഫുൾ വയറിംഗ് കിറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ ബോക്സ് ആണ് ഈ കാണുന്നത്, അടുത്ത് കാണിച്ചു തരാം. അല്ല, ഇതിന്റെ ബോക്സിന്റെ കൂടെ നമുക്ക് ഇതിന്റെ ഫുൾ വയറിംഗ് കിറ്റ് സിസ്റ്റം വരുന്നുണ്ട്. നമുക്ക് ഏത് വണ്ടിക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. വയറിംഗ് കിറ്റ് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അതെ ഗൈസ്, ഇതിന്റെ സ്വിച്ച് ഇതിൽ തന്നെ നമുക്ക് ഫ്ലാഷിംഗ് മോഡും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ബ്ലിങ്കിങ് മോഡെല്ലാം വരുന്നുണ്ട്. പിന്നെ ഫ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഇത് അയച്ചു കഴിഞ്ഞാൽ ഫ്യൂസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഫിറ്റ് ആണ്, നമുക്ക് ബാറ്ററിയിലോട്ട് കണക്ഷൻ കൊടുത്തിട്ട് വെച്ചാൽ മതി. പോരാഞ്ഞിട്ട് നമുക്ക് വണ്ടിയിലോട്ട് ഫിറ്റ് ചെയ്യാനുള്ള എല്ലാ ക്ലാമ്പുകളും, ഇപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ ഫോഗ് ലാമ്പ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രാഷ് കാർഡിലേക്കോ എവിടെയാണ് അടിക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് നമ്മൾ സെപ്പറേറ്റ് ക്ലാമ്പുകൾ മേടിക്കേണ്ടി വരും. നമുക്ക് ഫോഗിന്റെ ക്ലാമ്പ് മാത്രമാണ് പൊതുവെ ഫോഗ് ലാമ്പിന്റെ കൂടെ ഉണ്ടാവുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ ക്രാഷ് കാർഡിൽ ഫിറ്റ് ചെയ്യാനുള്ള ക്ലാമ്പുകളും അതുപോലെ തന്നെ ഫോഗ് ലാമ്പിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള ക്ലാമ്പുകളും സ്വിച്ച് ഫിറ്റ് ചെയ്യാനുള്ള ക്ലാമ്പുകളും തുടങ്ങി എല്ലാ നെറ്റ് ബോൾട്ട് കിറ്റ് എല്ലാം ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ഫുൾ വയറിംഗ് കിറ്റ് സെറ്റും നമുക്ക് ഇതിന്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളുടെ ഒരു ഫുൾ ബ്രൗസർ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടതും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. പോരാഞ്ഞിട്ട് ഈ ഫോഗ് ലാമ്പിനൊക്കെ നമുക്ക് 1 ഇയർ വാറന്റിയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഫോഗ് ലാമ്പ് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇതിൽ ഏത് ഫോഗ് ലാമ്പാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടേക്ക്. ഈ ഫോഗ് ലാമ്പിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കട്ടെ, നമുക്ക് അടുത്ത വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമ്മുടെ ടീം റെഡി അങ്കമാലി ബ്രാഞ്ചിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ 500K ഫോളോവേഴ്സ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ റിയലി താങ്ക് യു ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, സപ്പോർട്ടിങ്. താങ്ക് യു.